ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി നമ്മൾ ഹോം ടൂർ കാട്ടിത്തരാൻ വേണ്ടി ഞാൻ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മടിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നമ്മളുടെ ബാൽക്കണിയിൽ വരാൻ്റെ ഏരിയയാണ്. പൊട്ടും വൈകണ്ട നമുക്ക് വീട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട വീട്ടിൽ കയറാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കിച്ചൺ ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ ദുബായിലുള്ള മിക്ക അപ്പാർട്ട്മെന്റ്സിലും ഇതുപോലെ തന്നെയാണ്. അത് നമുക്ക് ഇങ്ങനെ കിച്ചണും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളും നമ്മളിവിടെ എന്തൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ വെക്കാൻ ഇതൊക്കെ ഞങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് എളുപ്പത്തിന്. ഇപ്പോൾ എന്താ പറയുക, പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും മേലും ഒക്കെ വെക്കാൻ പറ്റും. ഇവിടെ അതെ കുറച്ച് സ്റ്റോറേജിനുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് പൊടികളും അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേ ഇവിടെ ഒരു കെറ്റില് ചൂടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഇവിടെ അടിയിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓവൻ, ഗ്യാസ് സ്റ്റവ്, പിന്നെ എന്താ പറയുക ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ സിങ്കിൻ്റെ അടിയിൽ നമുക്ക് വേസ്റ്റ് ഒക്കെ കളയാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കാണെങ്കിൽ ഷൂ റാക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ടിൻ്റെ ഷൂസാണ്. ഇതൊക്കെ ലൂസൊക്കെ വന്നിട്ട് അതിനുള്ളിൽ കിടന്നിട്ട് അത് ഇതായിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക, വെള്ളം നമുക്ക് ഇവിടെ എല്ലായിടത്തും അറിയാം, നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഫുള്ളി ഫർണിഷ്ഡ് ആയിരുന്നു കേട്ടോ. നമ്മുടെ പൊണ്ണു ബാബി ആണെങ്കിൽ അവിടെ ഫുള്ള് വേഷം കെട്ടാണ്. ദേ ഓരോ കയ്യിലും അതൊക്കെ എടുക്കലാട്ടോ അതിൻ്റെ പരിപാടി. പൊണ്ണു ബാബി ടാറ്റ തന്നെ. പൊണ്ണു ബാബി ഇവിടെ തുള്ളലും ഡാൻസ് കളിയാണ്. കണ്ണ് തെറ്റിതിന്റെ മേലെ കയറിപ്പോലാണ് പൊണ്ണുബാബി. ഇവിടെ ഇപ്പൊ ഇവിടെ നാടോടി നൃത്യവും കാര്യങ്ങളാണ് പൊണ്ണുബാബിയുടെ വക ഓരോ ചവിട്ടു നാടകമൊക്കെയാണ്. പിന്നെ നമുക്കുള്ളത് ഇവിടെ ബാത്റൂം ആട്ടോ. ഒരു ചെറിയൊരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. മിററൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഹോൾ ഏരിയ. അതെ ഇവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഞാൻ അവിടെ നിന്ന് നേരെ കാട്ടിത്തരാം. അപ്പോൾ ഇതാട്ടോ നമ്മളുടെ ഹോൾ ഏരിയ. ഇവിടെ എത്ര ദിക്ക് വെച്ചാലും പിള്ളേരുള്ള വീട്ടുകാർക്ക് നന്നായി അറിയാം. എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് വിട്ടാലും എന്തെങ്കിലുമൊക്കെ അലങ്കോലമായിട്ട് ഇരിക്കേണ്ട ഒരു ടേബിളും കാര്യങ്ങളും നമുക്ക് ഡൈനിങ് ടേബിൾ പോലെ. പിന്നെ നമുക്കുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ഹോള്. ഇത് നമുക്ക് വീട്ടിൽ TV കാണാനും കാര്യങ്ങളും. ഞാൻ വരച്ച പെയിൻറ്റിങ്സ് നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ കേട്ടോ നമ്മുടെ എന്താ പറയുക ഹോളും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. മുന്നത്തെ അപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാട്ടോ കൂടുതൽ ഇഷ്ടമായി. മുന്നത്തെ ആണെങ്കിൽ ഇത്രയും കൂടെ ഹോൾ ഇത്ര വലിപ്പമുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പൊണ്ണു ഇതാ അമ്മ ഹായ് പറഞ്ഞേ. ഹായ്. പൊണ്ണു അവിടെ വീണ്ടും ഡാൻസുകളും കാര്യങ്ങളൊക്കെയാണ്. എനിക്കെന്തോ ക്ഷീണമായിട്ടോ. ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് റൂം കാണാം കേട്ടോ. അച്ഛൻ്റെ എവിടേക്കോ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പുറത്ത് പോയത് ഇപ്പം ഞാൻ വന്നുള്ളൂ കേട്ടോ അച്ഛൻ്റെ. അപ്പം അച്ഛനക്ക് ഹായ് കൊടുക്കല്ലായിരിക്കും. ഹായ്. അപ്പോൾ ഇങ്ങനെ 2 എൻട്രൻസ് ആട്ടോ നമുക്ക് ബാൽക്കണിയിലേക്ക്. ഞാൻ കാട്ടിത്തരാം. ഈ വഴിക്കൂടം പോവും, ആ വഴിക്കൂടം പോവും. ഇതാണ് നമ്മളുടെ ബെഡ്റൂം. ഇതേ പൊണ്ണു ബാബി അവിടെ ഉലാത്തിക്കൊണ്ടിരിക്കട്ടെ. പൊണ്ണു ഉറുമ്പ് കാട്ടാണോ? പൊണ്ണു ബാ. അപ്പൊ ഇതാട്ടാ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ബെഡ്റൂം. അപ്പൊ ഇവിടെ കണ്ടോ കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ സ്റ്റോറേജും കാര്യങ്ങളും അലമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ പേഴ്സണാലിറ്റീനെ കാട്ടിത്തരാം. ഏട്ടൻ ഇന്ന് ഓഫാട്ടോ. ഏട്ടന് സാറ്റർഡേ സൺഡേ അല്ല, അപ്പൊ ഏട്ടൻ ഓഫാണ്. ഇന്ന് ഏട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഏട്ടൻ്റെ ഒരു ഡേ കേട്ടോ. അപ്പൊ ഇതും ഇവിടെ കുറേ ഇത് മെരിയൊക്കെ എന്താ പറയാ സെറ്റ് ആക്കിയിട്ടില്ല. മെരിയൊക്കെ അടച്ചത് അടിപൊളിയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നമ്മുടെ ലൂസിയുടെ ലിറ്റർ ബോക്സും പിന്നെ അതൊന്നും എനിക്ക് ഒതുക്കിയിട്ടുള്ള മിക്ക വീട്ടിൽ കാണുന്ന പോലെ തന്നെ ആ വക കാര്യങ്ങൾ. അപ്പോൾ ഇതാട്ടോ നമ്മളുടെ മെയിൻ ബെഡ്റൂം. ഞാനും പൊണ്ണുബാബിയും ഏട്ടനും ഒക്കെ ഫുള്ള് ഇതാക്കണ ബെഡ്റൂം. പിന്നെ ഇവിടെ ഞങ്ങളുടെ ബാത്റൂമിൽ പിന്നെ നമ്മളുടെ മേക്കപ്പ് ഐറ്റംസ് അല്ല, ഫേസ് വാഷും കാര്യങ്ങളും ഇതൊക്കെയാണ്. നമുക്കൊരു ടബുണ്ട്, ഇതൊക്കെയാണ്. പിന്നെ പൊണ്ണുബാബിക്ക് ഒരു ക്യൂട്ട് ലിറ്റിൽ ടബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂസ് ചെയ്യാറും കൂടിയില്ല അത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യം. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കാര്യം നിങ്ങൾക്ക് കാട്ടിത്തരും. പിന്നെ നമ്മളവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഈ വ്യൂ ഉണ്ടല്ലോ, എൻ്റെ അമ്മ അടിപൊളി വ്യൂ ആട്ടോ. രാവിലെ ഒക്കെ ഇവിടെ ഇരുന്നാൽ തന്നെ ഭയങ്കര മൈൻഡ് പീസ്ഫുൾ ആവട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പുറമേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ലൂസി ഇവിടെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ലൂസി പെണ്ണ് നല്ല ഈ ഭാഗത്തേക്ക് മാത്രമേ ഇത്തിരി വെയിൽ കിട്ടുള്ളൂ.
ഇപ്പോൾ ഇത് അപ്പുറത്തും കുറേ ഇതുണ്ട്. നമുക്കിവിടെ അടിപൊളി വ്യൂ ആണ്, ഗോൾഫ് ടവറും പിന്നെ അവിടെ കുറേ ഫ്ലാറ്റ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ അടിയിലാണെങ്കിൽ പ്ലേ ഏരിയ. നമ്മൾ മെയിനായിട്ടുള്ള ഇവിടെ എടുക്കാൻ കാരണം നമുക്ക് പ്ലേ ഏരിയ ഒക്കെ ഇപ്പോൾ പൊണ്ണൂന് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതാണെങ്കിൽ പെണ്ണുങ്ങൾക്കുള്ള മാത്രം പൂൾ ഏരിയ. അത് നമ്മൾക്ക് ജെൻഡർ വ്യത്യാസമല്ല, എല്ലാവർക്കും വന്നിട്ട് കളിക്കാൻ പറ്റുന്ന പൂള്. പിന്നെ കുട്ടിപ്പൂള് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. വുമൻസിൻ്റെ അവിടെ കുട്ടിപ്പൂളും ഉണ്ട്. പിന്നെ അവിടെ ഫുള്ള് ഗെയിം കളിക്കാനുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ പഠിക്ക് പോകുന്നില്ല, എനിക്ക് മടിയാണ് പോകാൻ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അടിയിൽ. അപ്പോൾ HC ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. ജിമ്മുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോന ബാത്ത് എടുക്കാൻ പറ്റും, പിന്നെ ജക്കൂസി അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും അടിയിലുണ്ട്, നമുക്ക് എല്ലാം പ്രൊവൈഡഡ് ആണ്. പിന്നെ നമ്മുടെ പൊണ്ണുപാപ്പിയുടെ ടോയ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതിൽ കൂടി നമ്മൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഇതാട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ അടിഭാഗം ഞാൻ കാട്ടിലും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട്. പിന്നെ മുന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പൊണ്ണുബാബിനും കൂട്ടിയിട്ട് നമ്മൾ ഫുൾ അവിടെ പ്ലേ ഏരിയയിൽ കളിക്കുന്നു, പൂളും അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് ലെങ്ത് മീൻസ് ഇതാക്കിയിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഓർമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എനിക്ക് ഇത്തിരി മടിയാണ് അടിക്കുമ്പോൾ, അതുകൊണ്ടാട്ടോ. ഇപ്പോൾ ഭയങ്കര തണുവ് പറഞ്ഞിപ്പോൾ ഇരിക്കാനും കൂടി പറ്റില്ല. ഞാൻ കാലുമതി സോക്സ് ഇട്ടിട്ടാണ് ഇരിക്കണേ, അത്രയ്ക്ക് തണവാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ പുറത്തിരിക്കണതാണ്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അകത്ത് പൊതച്ച് മൂടി കിടക്കും. കാരണം അത്രയും തണവാണ് ഇപ്പോൾ ദുബായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചൂടുള്ള സമയത്ത് എക്സ്ട്രീം ചൂടും തണവുള്ള സമയത്ത് എക്സ്ട്രീം തണവും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല വേറെ എന്തോ ഞാനിപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പോൾ നോക്കുമ്പോൾ മുന്നേ ആണെങ്കിൽ ഞാൻ എന്താ പറയുക ഹോം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിപൊളി സോങ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ക്യൂട്ട് സൂത്തനിങ് ആയിട്ടുള്ള ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുന്നേ ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചില വീഡിയോസ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടോട്ടെ വിചാരിച്ചിട്ട് എന്താ പറയുക നമുക്കൊരു മെമ്മറി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇടാറുണ്ട്. പിന്നെ വേറെ എന്തോ പറയാൻ മറന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓരോ ലോങ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസസ് അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ഡയറക്റ്റ്ലി പേഴ്സണലി എന്താ പറയുക ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജസും വഴി കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് യൂട്യൂബിൽ തന്നെ മെസ്സേജ് ഇടാത്തതെന്ന് എനിക്കറിയില്ല കമൻറ്റ് ബോക്സിൽ. ബട്ട് പേഴ്സണലി എനിക്ക് കുറേ DMs ഒക്കെ കാര്യങ്ങൾ വരാണ്ട്, എന്താ പറയുക ഇഷ്ടമുള്ള ലൈഫ് ലീവ് ചെയ്യും, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊന്നും നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നാറുണ്ട് കേട്ടോ. ഒക്കെ കാണുമ്പോൾ എനിക്ക് പറയണം തോന്നി എനിക്ക്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ നല്ല അടിപൊളി എന്നല്ല, എനിക്ക് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നുമല്ലോ നല്ല വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലെ ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മൾ പാട്ടൊക്കെ കയറ്റിയിടുമ്പോൾ വ്യൂസ് അധികം കിട്ടിയില്ലെങ്കിലും ബട്ട് അതെനിക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ ഇപ്പോൾ പൊണ്ണുബാബിയുടെ 6 മാസത്തൊക്കെ അവൻ ഇരിക്കണ സമയത്തുള്ള വീഡിയോ ഒക്കെ നോക്കണ സമയത്ത് ഇപ്പോൾ കാണുമ്പോൾ അയ്യോ എന്ത് ചെറുതാ, നമുക്കൊരു എന്താ പറയുക ഒരു ആൽബം സൂക്ഷിക്കണ പോലെയാണ് എനിക്കിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ നോക്കുമ്പോൾ. ചിലതിന് ഇപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ചിലപ്പോൾ ഒരു 400 വ്യൂ ആവും 300 വ്യൂ ആവും. അപ്പോൾ ഞാൻ ഡിലീറ്റ് നോക്കിയാൽ ഞാൻ തന്നെ ഇതാക്കാറുണ്ട്. ബട്ട് അത് മാത്രം നമുക്ക് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാക്കുകൾ ചെയ്യണം. ഞാനിപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഹോം റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസേ കിട്ടാനില്ല. ബട്ട് ഞാനൊരു ഹാക്ക് വീഡിയോസൊക്കെ ഓരോന്ന് ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ ഞാനിപ്പോൾ വല്ലവരൊക്കെ കണ്ടിട്ടാവും ചിലപ്പോൾ വല്ല വെറൈറ്റി ഹാക്സും കാര്യങ്ങളും ചിലതൊക്കെ നമ്മുടെ ഓൺ ഐഡിയാസിൽ നമ്മൾ ചെയ്യുന്നതാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ വീഡിയോസിൽ എനിക്ക് നല്ല റീച്ച് ഒരു 15K 10K ഒക്കെ പെട്ടെന്ന് എനിക്കിങ്ങനെ കയറാറുണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് നമുക്കൊരു യൂട്യൂബിൽ നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മലയാളം ഓഡിയൻസ് നമ്മളെ ഫോളോ ചെയ്ത് എന്നാലല്ലേ നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളും കണ്ട് നമുക്കൊരു ഫാമിലി പോലെ അല്ലാണ്ട് ഗ്രോത്ത് ഇല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ എത്ര സിൻസിയറായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ തമാശ രീതിയിൽ അല്ലെങ്കിൽ വെറുതെ തള്ളി വിടാം. ഞാൻ വെറുതെ എനിക്ക് വ്യൂ ഒന്നുമല്ല, ഞാൻ പേഴ്സണൽ സാറ്റിസ്ഫിക്കേഷൻ അതൊക്കെ ഉണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഒത്തിരി എന്താ പറയുക യൂട്യൂബിൽ നമുക്കൊരു വ്യൂസ് ഒക്കെ ഇടുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കരുത്
എന്താണ് ഈ കുട്ടി ഫുൾ ഹാക്ക് വീഡിയോസും. കാരണം എനിക്ക് അത് ചെയ്യുമ്പോഴാണ് എൻ്റെ ഓഡിയൻസിന് കൂടുതൽ ഹാക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ അവർ ഫോളോ ചെയ്യുന്നത്, അവർ പ്രിഫർ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ കണ്ടിട്ട് വൃത്തികേടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പ്രൊമോട്ടീവോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ മാന്യം മര്യാദയായിട്ട് ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇത് മുഖത്ത് ഇപ്പോൾ വരയ്ക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യണമെന്നുണ്ടെന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഹാക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എന്താ പറയുക, ഈ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തവിയിൽ എന്താ പറയുക, തവി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓട്ട കൂത്തുണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയുക, വെറുതെ തമാശ രീതിയിൽ ഞാനൊരു ഹാക്ക് വീഡിയോ ഇട്ടിട്ടതാട്ടോ. അതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അയ്യോ അവളത് അങ്ങനെ ഇട്ടു വട്ടാണോ പ്രാന്താണോ നമ്മൾ ഒന്നും വിചാരിക്കുന്നത്. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ, അല്ലാണ്ട് മോശം രീതിയിൽ വലിയ വൃത്തികേടോ കാര്യങ്ങളൊന്നും കാട്ടിയിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ എന്താ പറയുക വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണില്ല. നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ, കാരണം എൻ്റെ വ്യൂവേഴ്സിന് ഓഡിയൻസിന് ഇങ്ങനത്തെ ഹാക്ക് വീഡിയോസ് ആണെന്ന് കൂടുതൽ മിക്ക ഇത് കണ്ടാലും നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്കൊരു ഗ്രോത്തും വേണ്ട, അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ഇതായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹാക്ക് വീഡിയോസ് എടുക്കണേ. ബട്ട് ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇൻഫോർമേറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ന്യൂസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാവട്ടെ ഞാൻ ലോങ് വീഡിയോ കൂടുതൽ പറയാം. മാക്സിമം ഞാൻ ഷോർട്ട്സ് വീഡിയോയിൽ ഞാൻ നോക്കുന്നുണ്ട്. ബട്ട് എന്താണെന്നറിയില്ല, അത് ആ ഓഡിയൻസിന് അങ്ങനെ എത്തുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ രണ്ടും മിക്സ് ആയിട്ടിടും. കാരണം നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തും വേണമല്ലോ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹാക്ക് വീഡിയോസ് ചെയ്യണം. പിന്നെ ഹാക്ക് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത്ര എഫേർട്ടും വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ മതി. ഈ നമ്മൾ ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ മറ്റേതൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം. ഓരോ ഷോർട്ട് ബിറ്റായിട്ട് എടുത്ത് ഷൂട്ട് ചെയ്തതാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഓൺ വോയിസ് കൊടുത്ത് പറഞ്ഞു, അതും എളുപ്പമാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കണം. അപ്പോൾ നമുക്ക് കുറേ ഫോളോവേഴ്സ് അങ്ങനെ കുറേ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ടാണ് പറയണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ മലയാളി ഫോളോവേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫാമിലി ആയിട്ട്, നമുക്ക് എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് ഫാമിലി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അതുപോലെ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വോയിസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്ന രീതിയോ എന്തെങ്കിലും എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അത്, കാരണം നിങ്ങളുടെ കൂടെ ഇഷ്ടത്തിലുള്ള കാര്യം ഞാൻ ചെയ്താലല്ലോ നിങ്ങൾക്കും ഇഷ്ടമാവുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.